വലിയവനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും. ആമേൻ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് ഇന്നത്തെ പുതിയ സെഷനിലേക്ക് യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. ഇന്നത്തെ ഒന്നാമത്തെ വായനാഭാഗം ആവർത്തന പുസ്തകം 6-7 അധ്യായങ്ങളാണ്. ആറാമത്തെ അധ്യായത്തിലും 7-ാമത്തെ അധ്യായത്തിലും കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. കനാൻ ദേശത്തിലേക്ക് കടക്കാൻ പോകുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ 2-ാം തലമുറയെ അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഓർമ്മിപ്പിച്ച് പണ്ട് നടന്ന സംഭവങ്ങൾ ഓർമ്മിപ്പിച്ച് പിതാക്കന്മാരുടെ കാര്യം ഓർമ്മിപ്പിച്ച് അവിടുന്ന് പുറപ്പെടുവിച്ചുകൊണ്ടുവന്ന കാര്യം ഓർമ്മിപ്പിച്ച് മരുഭൂമിയിലെ യാത്ര ഓർമ്മിപ്പിച്ച് അതിലുപരിയായി ആ കനാൻ ദേശത്ത് എങ്ങനെ വസിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവരെ അയക്കുന്ന പ്രോസസ്സ് തുടരുകയാണ്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഒരു പ്രധാന വാക്യമുണ്ട്. ഒരു ചെറിയ വാക്യമാണ്. ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇത് ദൈവത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു വാക്യമാണ്. ഇവിടെ ദൈവത്തെ സംബന്ധിച്ച് 3 കാര്യങ്ങളാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പേര് അവിടെ പറയുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ പേര് യഹോവ എന്നാകുന്നു. യഹോവ നമ്മുടെ ദൈവമാകുന്നു എന്ന് പറയുന്നത് അവിടെ ഇസ്രായേലിനെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു. ഇപ്പോൾ പറയുന്ന ആളായ മോശയും കേൾക്കുന്നവരായ ജനവും എല്ലാം ഒരേ ആൾക്കാരാണ്, ഇസ്രായേലിലാണ്. അപ്പോൾ യഹോവ നമ്മുടെ ദൈവമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാകുന്നു എന്നാണ്. അപ്പം ഒന്ന്, ദൈവത്തിൻ്റെ നാമം പേരവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ആരുടെ ദൈവമാകുന്നെന്ന് പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ ദൈവമാണ്. വേറൊരു കാര്യം പറയുന്നത്, ആ ദൈവം ഏകനാണ്. ആ ദൈവം ഏകനാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഏകൻ എന്ന് പറഞ്ഞാൽ ഏകൻ തന്നെ. അവിടെ വേറെ ഒന്നും നമുക്ക് ചേർക്കാനുള്ള അധികാരാവകാശങ്ങളില്ല എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഏകനായ ഒരു ദൈവത്തെ ആണ് നമുക്കുള്ളത് എന്ന് മോശെ അവിടെ വെച്ച് തന്നെ പറയുകയാണ്. അപ്പോൾ അത് അവരുടെ ജീവിതത്തിലെല്ലാം ഉണ്ടാകണം. ഞങ്ങൾക്ക് ഏകനായ ഒരു ദൈവമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ പേരാണ് യഹോവ. അത് നമ്മുടെ മാത്രം ഇസ്രായേലിൻ്റെ ദൈവമാകുന്നു എന്നുള്ള ബോധ്യം അവർക്ക് എപ്പോഴും ഉണ്ടാകണം. എന്നിട്ട് പറയാം, നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഈ വിധാനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിൻ്റെ കൈമേൽ കെട്ടണം. അവ നിൻ്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിൻ്റെ വാതിലിൻ്റെ കട്ടളകളിലും പടികളിലും എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത തന്നെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും നീ നട്ടുണ്ടാക്കാത്ത ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. നിൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. അപ്പോൾ ഇത്ര കൃത്യമായി ഈ ഒരു കാര്യം വിശദമായി പറയുകയാണ്. അപ്പോൾ ഇത് നടന്നിട്ടില്ല. കനാൻ ദേശത്തേക്ക് പോവുകയാണ്. കനാൻ ദേശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കുഴിക്കാത്ത കിണറുകളും നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും വീടുകളും, അതായത് സാധനങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും എല്ലാം നിനക്ക് ലഭിക്കും. അവിടെ ലഭിക്കുമ്പോൾ നിൻ്റെ ദൈവമായ യഹോവയെ മറന്നു പോകരുത് എന്നാണ്. ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കരുത്. ചുറ്റുമിരിക്കുന്ന ജാതികളുടെ അന്യദേവന്മാർ പിന്നാലെ പോകരുത്. കാരണം ദൈവം, നിൻ്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യ തീക്ഷ്ണതയുള്ള ദൈവമാണ്. നിങ്ങളുടെ ദൈവത്തെ പരീക്ഷിക്കരുത്. ഇത് മസ്സായിൽ വെച്ചൊരു പരീക്ഷിച്ചല്ലോ, അതുപോലെ ദൈവത്തെ പരീക്ഷിക്കരുത്. പിന്നെ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവൻ്റെ മുമ്പാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നുവെങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനീതിയുള്ളവരായിരിക്കും എന്നുള്ള കാര്യം മോശെ അവരെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ ജാതികളുണ്ട്. അവിടെ ആളുകൾ പെരുപ്പമുള്ള ജാതികളുണ്ട്. അത് ഗിർഗശ്യർ, അമോര്യർ. ഈ അമോര്യരൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നോഹ ജലപ്രളയം കഴിഞ്ഞ് അത് ഉൽപ്പത്തി 10-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ ഈ അമ്മോനെയും
കനാനെയും ഈ പറഞ്ഞ യബൂസിനെയും ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഓരോ ആളുകളുടെ പേരുകളാണ്. ആ പേരിൽ ഹിത്യൻ, ഗിർഗശ്യൻ ഒക്കെ കാണാം. ആ ഹിത്യൻ്റെ വംശപാരമ്പര്യം ഹിത്യർ, ഗിർഗശ്യൻ്റെ വംശപാരമ്പര്യം ഗിർഗശ്യർ, അമ്മോൻ്റെ വംശപാരമ്പര്യം അമോര്യർ, കനാന്യർ. ഇങ്ങനെ ഓരോ വ്യക്തികളുടെ പേരിലുള്ളതാണ് ഇതല്ല. ഇവരെല്ലാവരും ഓരോ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൻ്റെ തലവന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്ന ജാതികൾ. എന്നീ 7 മഹാജാതികളെ നിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയണം. അവരെ ഒക്കെ എല്ലാം നശിപ്പിക്കണം. അവരെല്ലാം നീക്കിക്കളഞ്ഞിട്ട് വേണം അവരോട് നിർമൂലമാക്കണം. അവർക്കോട് ഉടമ്പടി ഒന്നും ചെയ്യരുത്, കൃപ കാണിക്കരുത്. അവരുമായിട്ട് വിവാഹബന്ധം ചെയ്യരുത്. വിവാഹബന്ധം ചെയ്താൽ എന്ത് പറ്റും? ആ സ്ത്രീകൾ അല്ലെങ്കിൽ അവർ ഈ വിവാഹം കഴിച്ച ഇസ്രായേലിൽ അവരുടെ ബിംബങ്ങളുടെ അടുത്ത് അന്യദൈവങ്ങളെ സേവിപ്പാൻ കൊണ്ടുപോകും. അതാണ് ചെയ്യരുതെന്ന് പറയുന്നത്. അവിടെ ചെല്ലുമ്പം അവരുടെ ബലിപീഠങ്ങളും ബിംബങ്ങളും തകർത്ത് എല്ലാം വെട്ടിക്കളഞ്ഞ് വിഗ്രഹങ്ങളെയൊക്കെ തീയിട്ട് ചുട്ടുകളയണം. അതെല്ലാം തീയിലിട്ട് ചുട്ട് പോകുന്ന സാധനങ്ങൾ തന്നെയാണ്. കാരണം അതെല്ലാം തീക്കിരയാകുന്ന വിഗ്രഹങ്ങൾ തന്നെയാണ്. അപ്പോൾ നിനക്ക് നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്. നിന്നെ, അതായത് ഇസ്രായേലിനെ, ഭൂമിയിലുള്ള സകല ജാതികളിൽ നിന്നും സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കും. ഞാനിപ്പോൾ വായിക്കുന്ന 7-ാമത്തെ അധ്യായമാണ്. സ്വന്തം ജനമായി തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ സംഖ്യയിൽ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ടല്ല ഞാൻ നിന്നെ ശരിയാണല്ലോ. മിസ്രൈമിലേക്ക് വരുമ്പോൾ മിസ്രൈമിലേക്ക്, അതായത് അവിടെ വന്ന് ഗോശാൻ ദേശത്ത് പാർക്കുമ്പോൾ അവർക്ക് വെറും 70 പേരെ അവരുണ്ടായിരുന്നുള്ളൂ. 70 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങ് ആൾക്കാർ ഒരുപാട് ഉണ്ടതുകൊണ്ടല്ല നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരായിരുന്നല്ലോ. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടുമാണ് നിങ്ങളുടെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് അവിടുത്തെ വീണ്ടെടുത്ത് നിങ്ങളെ ഇങ്ങോട്ട് ഈ യാത്ര നടത്തി പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ആകയാൽ നിൻ്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അപ്പോൾ ആവർത്തനം 6:4 നമ്മൾ വായിച്ചതുപോലെ ഇസ്രായേലിലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, അവൻ ഏകൻ തന്നെ എന്ന് വായിച്ച വാക്യം കൂടെ ഇവിടെ ഒന്നുകൂടെ ഓർക്കാം. നിൻ്റെ ദൈവമായ യഹോവ തന്നെ ദൈവം. യഹോവ എന്ന് പറയുന്നത് 2 ആളല്ല, 3 ആളല്ല, ഒരാളാണ് യഹോവ. നിൻ്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. എന്നിട്ട് ദൈവത്തിനെ അനുസരിക്കുന്നവർ കിട്ടുന്നതും ദൈവത്തെ തള്ളിക്കളയുന്നവർ കിട്ടുന്നതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. യഹോവ സകല രോഗവും നിങ്കിൽ നിന്ന് അകറ്റിക്കളയും. നീ അറിഞ്ഞിരിക്കുന്ന മിസ്രയീമ്യരുടെ വ്യാധികളൊന്നിലും നിനക്ക് പങ്കുവരില്ല. അതിൽ നിന്നും നിൻ്റെ മേൽ വരുത്താതെ നിന്നെ ദ്വേഷിക്കുന്ന എല്ലാവർക്കും അവയെ കൊടുക്കും. അപ്പോൾ അത് അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. നിനക്ക് ബാധകളൊന്നും വരാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ളത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിൻ്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുപ്പിച്ച ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കണം. നീ പേടിക്കുന്ന സകല ജാതികളോടും നിൻ്റെ ദൈവമായ യഹോവ അങ്ങനെ ചെയ്യും. അവർ പേടിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവർ പേടിക്കുകയാണെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട, ഞാൻ അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. നിൻ്റെ ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരനുമായ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട്. അതാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിന് കാര്യം. അങ്ങനെ വളരെ ശക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ബലപ്പെടുത്തുന്ന ഒരു 2 അധ്യായങ്ങളാണ് നമ്മൾ കടന്നു പോയത്. ആവർത്തനം 6ഉം 7ഉം അധ്യായങ്ങൾ. 2-ാമത്തെ വായനാഭാഗം സഭാപ്രസംഗി 2-ാം അധ്യായം. നമുക്കറിയാവുന്ന പോലെ ശലോമോൻ വലിയ ജ്ഞാനിയാണ്. ആ ജ്ഞാനിയായ ശലോമോനാണ് സദൃശവാക്യങ്ങളും ഈ സഭാപ്രസംഗിയും ഉത്തമഗീതങ്ങളും ഒക്കെ എഴുതിയത്. ആ സഭാപ്രസംഗി അഥവാ ശലോമോൻ സകല ജ്ഞാനവും ഗ്രഹിപ്പാൻ ഇടയായ മനുഷ്യനാണ്. അത്രയും ജ്ഞാനമുള്ള ഒരു മനുഷ്യൻ, അത്രയും സമ്പത്തുള്ള മനുഷ്യൻ, അത്രയും അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ, അത്രയും മഹത്വമുള്ള മനുഷ്യൻ ശലോമോന് മുമ്പോ ശലോമോന് ശേഷമോ ഉണ്ടായിട്ടില്ല എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ആ ശലോമോൻ പറയുകയാണ്, ഞാൻ ചെയ്യേണ്ടിയിരുന്നത് മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് എന്ന് ഞാൻ കാണുവോളം. അപ്പം അതിനെ സംബന്ധിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് എന്തെന്ന് ഞാൻ കാണുവോളം
എൻ്റെ ഹൃദയം എൻ്റെ ജ്ഞാനത്തെ നടത്തിക്കൊണ്ടിരിക്കെ ഉണ്ടോ. അപ്പം അങ്ങനെ ദൈവ ദൈവ ദൈവവിജ്ഞാനം ദൈവജ്ഞാനം എന്നെ നടത്തിക്കൊണ്ടിരിക്കെ അതങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് എത്തുവാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അപ്പം ഞാൻ രാജാവാണ്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാനും പോഷത്വം പിടിച്ചുകൊള്ളുവാനും എൻ്റെ മനസ്സിൽ നിരൂപിച്ചു. ഞാൻ മഹാപ്രവർത്തികളെ ചെയ്തു. അരമനയുണ്ടാക്കി, മുന്തിരിത്തോട്ടങ്ങളുണ്ടാക്കി, ഉദ്യാനങ്ങളുണ്ടാക്കി, പുതിയ പുതിയ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അങ്ങനെ ഒരു രാജ്യം എങ്ങനെയൊക്കെ ഇതാകാൻ പറ്റുമോ അങ്ങനെയൊക്കെ വെള്ളിയും പൊന്നും എല്ലാം ഒക്കെ സ്വരൂപിച്ചു. ഭണ്ഡാരങ്ങളുണ്ടാക്കി, സംഗീതക്കാരത്തികളും അനവധി സ്ത്രീ ജനങ്ങളെയൊക്കെ സമ്പാദിച്ചു. എല്ലാവരിലും മഹാനായി തീർന്ന് അഭിവൃദ്ധി പ്രാപിച്ചു. ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. അപ്പോൾ എൻ്റെ ജ്ഞാനവും നഷ്ടപ്പെട്ടില്ല. അതായത് ലോക വിവരം, ജ്ഞാനം ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുമില്ല. അതെല്ലാം ഞാൻ ഉറച്ചിരുന്നു. എൻ്റെ കണ്ണ് ആഗ്രഹിച്ചൊന്നും ഞാൻ അതിനെ നിഷേധിച്ചില്ല. എൻ്റെ ഹൃദയത്തിനൊരു സന്തോഷവും വിലക്കിയില്ല. എൻ്റെ സകല പ്രയത്നവും നിമിത്തം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. ഇനിയാണ് ആ കാര്യത്തിൽ എൻ്റെ ഒരു അവസാനം വരുന്നത്. എന്നിട്ട് എല്ലാത്തിലും ബെസ്റ്റായി, എല്ലാത്തിലും ഉയർന്നു നിന്ന്, ഒന്നിലും കുറവില്ലാതെ ആര് കണ്ടാലും ശലോമൻ രാജാവ്, ഒരു എന്താ പറയുക, അന്തസ്സ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നിന്ന ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും ഒന്ന് നോക്കി. അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റ് ഓഫ് തിങ്സ് അവിടെ എല്ലാം സംഭവിപ്പിക്കുകയും ചെയ്ത അതിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ എല്ലാ മായയും വൃഥാ പ്രയത്നവും എന്ന് മനസ്സിലായി. സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവും ഇല്ല എന്നും ഞാൻ കണ്ടു. ഞാൻ ജ്ഞാനവും ഭ്രാന്തും ഭോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു. രാജാവിൻ്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്തു ചെയ്യും? പണ്ട് ചെയ്തത് തന്നെ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അടുത്തൊരുവൻ വന്ന് ഇതെല്ലാം നശിപ്പിച്ചുകൂടെ? അടുത്തൊരു ആൾ വന്ന് ഇതെല്ലാം നശിപ്പിച്ചു പോകും. ഇതെല്ലാം ശാശ്വതമായ സ്ഥിരമായി ഇരിക്കുന്ന കാര്യമില്ല. അത് സംഭവിക്കുകയും ചെയ്തു. പിന്നെ രഹബയാം രാജാവായി വരുമ്പോൾ അവൻ ദൈവത്തിനനുസരിച്ച് നടക്കാതിരുന്നു. ദൈവം ആ രാജ്യത്ത് ചെയ്ത തിന്മയായ, അല്ലെങ്കിൽ അവർക്ക് വന്നു ചേർന്ന ദോഷകരമായ പല സംഭവങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റായി ചെയ്തിട്ട് ശലോമൻ തന്നെ പറയുകയാണ്, ഞാനിതൊക്കെ ഒന്ന് നോക്കി. ഞാൻ എൻ്റെ പരിശ്രമങ്ങളെയും ഈ ചെയ്തു വെച്ച വൻ കാര്യങ്ങളെയൊക്കെ ഞാൻ നോക്കിയിട്ട് പറയുകയാണ്, എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന് ഞാൻ കണ്ടു. ജ്ഞാനം ഭോഷത്വത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു. ജ്ഞാനം ഭോഷത്വത്തെക്കാൾ ശ്രേഷ്ഠമായി, വെളിച്ചം ഇരുളിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അത് ഞാൻ കണ്ടു. ആകയാൽ ഞാൻ എന്നോട്, പോഷനും എനിക്കും ഗതി ഒന്ന് തന്നെ, പിന്നെ എന്തിന് ഞാൻ അധികം സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അധികം ജ്ഞാനം സമ്പാദിക്കുന്ന എനിക്കും, ഭോഷനായിരിക്കുന്നവനും അവൻ്റെ ജീവിതത്തിൽ മരണത്തോടുകൂടി അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോകും, എല്ലാം തീർന്നു. മരണത്തോടു കൂടി എല്ലാം തീർന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നത് നമുക്ക് വല്ലാതെ കൺഫ്യൂസ് ആവും. ഇത് വേറൊരു ഉയർന്ന നിലവാരത്തിൽ നിന്നിട്ടാണ് സഭാപ്രസംഗി സംസാരിക്കുന്നത്. നമ്മൾ വായിക്കുന്ന വായനക്കാരുടെ നിലവാരത്തിലല്ല ശലോമൻ ഇപ്പോൾ ഇത് എഴുതുമ്പോൾ നിൽക്കുന്നതെന്ന് നമ്മൾ ഓർത്താൽ മതി. അല്ലാതെ അതിനകത്ത് അങ്ങനെയല്ലല്ലോ എന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആ നിലവാരത്തിലെത്തി നിന്ന് വായിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ എസൻസ് ലഭിക്കുകയുള്ളൂ. എല്ലാം മായ എന്ന് പറഞ്ഞാൽ നല്ല ആഹാരം കഴിക്കുന്നതും, നല്ല വസ്ത്രം ഇടുന്നതും, പിന്നെ നല്ല വീടുകൾ പണിയുന്നതും, കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ടാകുന്നതും, കുഞ്ഞുങ്ങൾ വലിയ വിദ്യാഭ്യാസം ഉണ്ടാകുന്നതും, അവരൊക്കെ വലിയ ജോലിയിലിരിക്കുന്നതും ഒക്കെ വേണ്ടേ എന്ന് നമ്മൾ ചോദിക്കുന്ന ഭാഗത്താണ് ഈ പറയുന്ന മായ എന്ന് പറയുന്നതിലേക്ക് നമുക്ക് സംശയം വരുന്നത്. അതങ്ങനെയല്ലല്ലോ, അങ്ങനെയാണോ, അങ്ങനെ പറഞ്ഞാൽ ഒക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ശരിയായ കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ തുടക്കമല്ലേ, എല്ലാം തുടക്കമാണല്ലോ. ഇപ്പോൾ 2-ാമത്തെ അധ്യായം, ആകെ ഇതിനകത്ത് 12 അധ്യായമുണ്ട്. അത് ഇപ്പോഴേ അത് പറഞ്ഞു പോയാൽ കുറച്ച് നല്ലതാണ്. കാരണം അല്ലെങ്കിൽ നമുക്കിതൊരു നിരന്തരം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാകും. അതുകൂടെ വായിക്കാം. അത് 12-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യമാണ്. എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. അപ്പം ഇതാണ് ഇതിൻ്റെ സാരം. ഈ കാര്യമാണ് ശലോമോൻ പറയാൻ ആഗ്രഹിക്കുന്നതും ശലോമോൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്ന നിലവാരവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്താലും ദൈവിക അനുഗ്രഹം പ്രാപിക്കാതെ പോയാൽ
അല്ലെങ്കിൽ ദൈവം വച്ചിരിക്കുന്ന വാഗ്ദത്തം ലഭിക്കാതെ പോയാൽ ഈ ചെയ്തതെല്ലാം വെറും മായ തന്നെയാണ്. എല്ലാം വൃഥാവാണ്. ആ വൃഥാവിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ സൂക്ഷിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അങ്ങനെയുള്ള ആളുകൾ ഇത്രയും വലിയ ആഡംബരത്തിലേക്കോ ഇത്രയും വലിയ കാര്യങ്ങളിലേക്ക് പോവുകയില്ല. അവന് പ്രാധാന്യം ദൈവത്തെ സംബന്ധിച്ചാണ്. എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടതെന്നാണ്. എന്നിട്ട് അതിൻ്റെ ഒരു വാക്യം കൊണ്ടുണ്ട് അവസാനത്തിൽ, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അപ്പം ഈ ബോധ്യമാണ് നമ്മളെ പ്രധാനമായി നയിക്കേണ്ടത്. ഞാൻ അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമാണ് വായിച്ചത്. അത് വായിക്കേണ്ടതാണെന്ന് എനിക്ക് ഇവിടെ തോന്നിയത് കൊണ്ടാണ് ഇത് വായിച്ചത്. അപ്പോൾ എന്നിട്ട് വേറെയും കാര്യങ്ങൾ ഇവിടെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ച് തുടങ്ങിയ കാര്യം തന്നെയാണ് 18-ാമത്തെ വാക്യത്തിൽ. സൂര്യന് കീഴെ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എൻ്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാനത് വെച്ചേക്കേണ്ടി വരുമല്ലോ. അവൻ ജ്ഞാനിയോ ഭോഷനോ ആയിരിക്കും, ചിലപ്പോൾ ഭോഷനായിരിക്കാം. ആ ഭോഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ഉണ്ടാക്കി വെച്ചതെല്ലാം ആ ഒരു ഭോഷനാണ് തുടർച്ചയ്ക്ക് ഇതിൻ്റെ അവകാശിയായി അധികാരിയായി വരുന്നതെങ്കിൽ അവന് വേണ്ടി ഇതെല്ലാം വെച്ചേക്കണമല്ലോ. അവൻ ജ്ഞാനിയായിരിക്കാം, ചില ഭോഷനായിരിക്കാം. അവൻ അധ്വാനിച്ചതൊന്നുമല്ലത്. അവൻ അധ്വാനിച്ചതോ അവൻ്റെ ചിന്തയിലോ അവൻ്റെ മാനസിക നിലവാരം അല്ലെങ്കിൽ പ്ലാനിങ്ങിലോ ഒന്നുമല്ല. അവന് വെറുതെ സൗജന്യമായിട്ടാണ് ഇതെല്ലാം കിട്ടുന്നത്. അവൻ ഭോഷനും കൂടെ ആയിരുന്നാലോ ഇതെല്ലാം നശിച്ചു പോവുകയുള്ളൂ. ആർക്കറിയാം അവൻ ഭോഷനായിരിക്കുമോ ജ്ഞാനമുള്ളവനായിരിക്കുമെന്ന്. എന്തായാലും ഞാൻ സൂര്യന് കീഴെ പ്രയത്നിച്ചതും ജ്ഞാനം വിളങ്ങിച്ചതുമായ സകല പ്രയത്ന ഫലത്തിൻ്റെ മേലും അവൻ അധികാരം പ്രാപിക്കും. അതും മായത്രേ. ആകയാൽ സൂര്യന് കീഴെ പ്രയത്നിച്ച സർവ്വപ്രയത്നത്തെക്കുറിച്ചും ഞാൻ എൻ്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങിയെന്നാണ് സഭാപ്രസംഗി പറയുന്നത്. അപ്പോൾ അതിൽ കാര്യമില്ല എന്നുള്ള ഭാഗത്തേക്ക് വരികയാണ്. അവസാന നാളുകൾ ഒക്കെയാണ് ഈ നമ്മൾ കാണുന്നത്. അവൻ്റെ നാളുകളൊക്കെയും ദുഃഖകരവും അവൻ്റെ കഷ്ടപ്പാട് വ്യസനകരവുമല്ലോ. അതായത് മനുഷ്യൻ്റെ കാര്യം, സൂര്യന് കീഴെ പ്രയത്നിക്കുന്ന സകല പ്രയത്നം ഹൃദയപ്രശ്നം കൊണ്ട് മനുഷ്യന് എന്ത് ഫലം? ഇതെല്ലാം അവസാനം ദുഃഖകരമാണല്ലോ എന്നാണ്. രാത്രിയിലും അവൻ്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല, അതും മായത്രേ. തിന്ന് കുടിച്ച് തൻ്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല. അവൻ ജീവിച്ചിരിക്കുമ്പം അവൻക്ക് തിന്നുന്നതും കുടിക്കുന്നതുമായ അവൻ്റെ നന്മ അനുഭവിക്കുന്നതല്ലാതെ മറ്റൊന്നും ഒരു മനുഷ്യനില്ല. അതും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ളതാണ്, അതും ദൈവത്തിൻ്റെ ദാനമാണ്. അവൻ നൽകിയിട്ടില്ലെങ്കിൽ ആര് ഭക്ഷിക്കും? അവൻ ദൈവം നൽകിയില്ലെങ്കിൽ ആരത് അനുഭവിക്കും? തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവൻ അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാൻ്റെ കഷ്ടപ്പാട് കൊടുക്കുന്നു. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ് 2-ാം അധ്യായം അവസാനിക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒന്നുകൂടെ എന്നെ കേൾക്കുന്ന താങ്കൾ ഇതൊന്ന് വായിച്ചാൽ, അത് ഈ പറഞ്ഞതിനെ ഒന്നുകൂടെ മനസ്സിൽ വെച്ചത് വായിച്ചാൽ ഞാൻ പറഞ്ഞതിനേക്കാൾ അധികം ഗ്രഹിക്കാൻ കഴിയും എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. 3-ാമത്തെ വായനാഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം. യേശു ഇന്ന് പീലാത്തോസിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. പീലാത്തോസ് തന്നെയാണ് ന്യായം വിധിക്കേണ്ടത്. അവിടുത്തെ ആ പ്രവിശ്യയുടെ രാജാവ് തന്നെ, യഹൂദ പ്രവിശ്യയുടെ രാജാവ് തന്നെയാണ്. യെരുശലേമൊക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശത്തിൻ്റെ. പീലാത്തോസ് ചെയ്യുന്ന വലിയൊരു കുറ്റമാണ്. പീലാത്തോസ് ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയാണ്. പീലാത്തോസ് 1, 2, 3 പ്രാവശ്യം പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ ഒരു കുറ്റവും കാണുന്നില്ല എന്ന്. മനുഷ്യൻ്റെ ന്യായപ്രമാണം, മനുഷ്യൻ്റെ നിയമപ്രകാരമാണെങ്കിൽ പോലും പീലാത്തോസ് വലിയ കുറ്റവാളിയാകാൻ കാരണം പീലാത്തോസിൻ്റെ നാവിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് പല പ്രാവശ്യം, ഞാൻ അവനിലൊരു കുറ്റവും കാണുന്നില്ല. ഞാൻ അവനിലൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിക്കാൻ പറയുന്നത് എങ്ങനെ ശരിയാകും? കുറ്റം കണ്ടെങ്കിൽ ക്രൂശിക്കാൻ പറയാം, കുറ്റം കണ്ടില്ല എന്ന് പറയുകയും പറഞ്ഞിട്ട് അതേ ആൾ തന്നെ പറയുകയാണ് നിങ്ങളുടെ നിയമപ്രകാരം കൊണ്ടുപോയി ക്രൂശിക്കാൻ പറയുകയാണ്. ഇതിനിടയ്ക്ക് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന 3-ാമത്തെ ചോദ്യഭാഗത്ത് ചോദിക്കുന്നുണ്ട്, നീ സംസാരിക്കുക, ഞാൻ ചോദിക്കുന്നത് നീ മറുപടി പറയുന്നില്ലല്ലോ. എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലേ? നിന്നെ വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ട്, ക്രൂശിക്കാൻ കൊടുക്കാനും അധികാരമുണ്ട്. അപ്പോൾ ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകില്ലായിരുന്നു. അപ്പം മേലിൽ നിന്ന് നിനക്ക് അധികാരം കിട്ടിയത് കൊണ്ടാണ് എൻ്റെ മേൽ നിനക്ക് അധികാരമുണ്ടെങ്കിൽ നീ ഓർത്താൽ നിനക്ക് നല്ലതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
അപ്പം അത് കഴിഞ്ഞിട്ട് പെസഹായുടെ ഒരുക്കനാൾ ഏകദേശം 6 മണി നേരമായിരുന്നു. അപ്പോൾ വൈകുന്നേരം 6 മണിയായോ? ഉച്ചയ്ക്ക് 12 മണി ആയിരുന്നു. അപ്പോൾ അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരാണെങ്കിലോ ഇത് നേരത്തെ ഇതുപോലെയാണ്, അവനെ വിട്ടുകൊടുക്കാൻ വേണ്ടി കൊടുക്കുമ്പം അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിക്കുന്നുണ്ട്. അവനെ കൊന്നുകളക, അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിക്കുന്ന ഒരു ജനം അവൻ്റെ മുമ്പിലുണ്ട്. അതിനൊരു കാരണം അവർ പറയാൻ നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു. ഇത് അവർക്ക് അതിനെ സംബന്ധിച്ച് കുറ്റബോധമില്ലാത്തത് ഇതുകൊണ്ടാണ് അവൻ ന്യായപ്രമാണ പ്രകാരം മരിക്കേണ്ടതാണ്. ന്യായപ്രമാണത്തിൻ്റെ കൽപ്പന പ്രകാരം ദൈവത്തോട് സമനാക്കുന്നതോ ദൈവത്തെ നിഷേധിക്കുന്നതോ ദൈവത്തെ തള്ളിക്കളയുന്നതിനോ ഒക്കെ ആയിട്ടുള്ളവന് വധശിക്ഷയാണ് വിധി. അതുകൊണ്ടാണ് അവർ അത് ന്യായമായ കാര്യമാണ് എന്ന് പറഞ്ഞ് യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അപ്പം അവിടെ മഹാപുരോഹിതൻ പറയുന്നുണ്ട്, എന്നിട്ട് ഇയാൾ ചോദിക്കും, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചപ്പോൾ മഹാപുരോഹിതന്മാർ പറയാണ്, ഞങ്ങൾ കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല. ഇവനല്ല ഞങ്ങളുടെ രാജാവ്, കൈസരാണ് ഞങ്ങളുടെ രാജാവ്. അപ്പോൾ പിന്നെ ഇനി വേറൊന്നുമില്ല, കൈസരെ അഭയം പ്രാപിക്കുന്ന പോലെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ ലഭിക്കുന്നത്. കൈസരാണ് ഞങ്ങൾക്ക് രാജാവ്, ഇവൻ ഞങ്ങൾക്ക് രാജാവല്ല. ശരി, അങ്ങനെ അവരെ കൈ വിട്ടുകൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗൊൽഗഥ എന്ന പേരുള്ള തലയോട് എന്ന സ്ഥലത്തേക്ക് പോയി. ക്രിസ്തു തന്നെ ക്രൂശ് ചുമന്നു. ചുരുക്കമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്. അവിടെ അവനെ 2 ആളുകളുടെ അപ്പുറയും ഇപ്പുറയുമായിട്ട് 2 ആളുകൾ നമുക്കറിയാം, അവർ തെറ്റിനാൽ പിടിക്കപ്പെട്ടവരാണ്, കുറ്റവാളികളായ 2 പേരുടെ നടുക്ക് യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചുവെന്ന് ചുരുക്കമായി അങ്ങ് എഴുതിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മറ്റ് പുസ്തകങ്ങളൊക്കെ വായിക്കും വിശദമായ ഗോൽഗഥയിലേക്ക് പോകുന്നതും കുറേനക്കാരനായ ശീമോൻ വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുരിശ് വഹിക്കാൻ വയ്യാതിരിക്കുമ്പോൾ അയാളെ കൊണ്ട് കുരിശ് ചുമപ്പിക്കുകയും ചാട്ടവാടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ സുവിശേഷത്തിൽ വായിക്കാൻ പറ്റും. ഇവിടെ ഇത് ചുരുക്കമായി എഴുതി. എന്നിട്ട് അതിൻ്റെ മേലൊരു മേലെഴുത്തം വെച്ചു. ഒരു മേലെഴുത്ത് നമുക്കറിയാമല്ലോ, ഞാൻ യഹൂദന്മാർ രാജാവ് എന്നൊരു മേലെഴുത്തും അവിടെ വെച്ചു മേളിൽ. അപ്പം എന്നിട്ട് അവിടെ പുരോഹിതന്മാർ പീലാത്തോസിനോട് യഹൂദന്മാർ രാജാവ് എന്നല്ല എഴുതേണ്ടത്, ഞാൻ യഹൂദന്മാർ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്ന് എഴുതണമെന്ന്. അപ്പോൾ പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതി അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്താണെന്നറിയാമോ, ഞാൻ യഹൂദന്മാർ രാജാവ് എന്നാണ് തലയുടെ മേളിൽ INRI എന്നൊക്കെ നമ്മൾ കാണുന്നില്ല, യഹൂദന്മാർ രാജാവ് എന്നാണ് എഴുതിയത്. അപ്പം പൗരപുരോഹിതൻ അങ്ങനെയല്ല എഴുതേണ്ടത്, ഞാൻ യഹൂദന്മാർ രാജാവ് എന്ന് പറഞ്ഞു എന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ പക്ഷേ അത് പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതി ഇനി അത് മാറ്റാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ പിന്നെ ക്രൂശ് ശേഷം അവൻ്റെ വസ്ത്രം എടുത്തു, ഓരോ പടയാളിക്കും ഓരോ പങ്കായി 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കി തുന്നലില്ലാതെ മേൽത്തൊട്ട് അടിയോളം ഒറ്റ നെയ്ത്തായിരുന്നു, ഒറ്റ തുണിയായിരുന്നു. അപ്പോൾ അത് കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടാം. അങ്ങനെ ചീട്ടെടുത്തു. അപ്പോൾ അവിടെ ഒരു പ്രവചനമാണ് നിവൃത്തിയാകുന്നത്. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്ത് എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ നിവൃത്തിയായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു പ്രവചനം ഉണ്ടായിരുന്നു. ആ പ്രവചനം ഇവിടെ നിവർത്തുകയാണ്. പിന്നെ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലനക്കാരത്തെ മറിയയും ഒക്കെ ഇത് കണ്ടുകൊണ്ട് നിന്നിരുന്നു. അപ്പോൾ യേശു തൻ്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്ന് പറഞ്ഞ് യോഹന്നാനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് തിരിച്ച് പറഞ്ഞ് ശിഷ്യനോടും പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ ഒരമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്തു കൊടുക്കണം എന്ന് തൻ്റെ മാതാവിനെ യോഹന്നാനെ ഏൽപ്പിക്കുന്ന, ഈ പുസ്തകം എഴുതിയ യോഹന്നാൻ തന്നെയാണ്, ശിഷ്യനായ യോഹന്നാൻ. ആ യോഹന്നാൻ്റെ കയ്യിലേക്ക് അമ്മയെ ഏൽപ്പിക്കുന്നു. അമ്മയോട് പറയുന്നു, ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ വീട്ടിൽ കൈക്കൊണ്ട്, അമ്മ എന്ന നിലയ്ക്ക് യേശുവിൻ്റെ അമ്മയെ വീട്ടിൽ കൈക്കൊണ്ട് നമ്മൾ വായിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് യേശു പുളിച്ച വീഞ്ഞ് കുടിച്ചു. അപ്പം ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പം അതിന് വിനീഗർ എന്നാണ് പറയുന്നത്, വിനീഗർ, അതായത് പുളിച്ച ആ വീഞ്ഞ് അത് കൊടുത്ത് അതങ്ങോട്ട് വായിലോട്ട് വെച്ച് കൊടുത്തു. കുടിച്ചോ കുടിച്ചില്ലയോ, എന്തായാലും അത് കുടിക്കാൻ കൊള്ളുന്നതായിരുന്നില്ല, അരുചിയായിരുന്നത്.
തലയായിച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളവിടെ ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ ഇതിലും ഈ അധ്യായത്തിൽ മിസ്സിംഗ് ഉണ്ട്. മിസ്സിംഗ് എന്ന് പറയുന്നത് യോഹന്നാൻ അങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും എഴുത്തിൽ. അവിടെ പറയുന്നുണ്ട്, ഏലി ഏലി ലമ്മ ശബക്താനി എന്നൊക്കെ ദൈവമേ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവങ്ങൾ പലതും ഇവിടെ ഒഴിവാക്കിക്കൊണ്ടാണ് യോഹന്നാൻ ഈ സുവിശേഷത്തിൽ ഈ ഭാഗങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാലൊടിച്ചില്ല. അപ്പോൾ കാലൊടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ മരിച്ചില്ല എങ്കിൽ കാലൊടിക്കും, എന്നിട്ട് മരിക്കും, അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇവിടെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ്റെ എല്ലൊന്നും ഒടിഞ്ഞിരുന്നില്ല എന്നുള്ള ആ ഒരു പ്രവചനവും ഇങ്ങനെ അവൻ്റെ കാലൊടിക്കാത്തതിനാൽ നിവൃത്തിയാകുകയും കൂടെയാണ്. എന്നിട്ട് അപ്പം യേശുക്രിസ്തുവിൻ്റെ മരിച്ചോന്നറിയാൻ വേണ്ടി അവൻ്റെ വിലാപ്പുറത്തൊരു കുന്തം കൊണ്ട് കുത്തി. ഉടനെ വെള്ളവും രക്തവും എല്ലാം വീണു. ഇത് കണ്ടവൻ, അതായത് ഈ യോഹന്നാൻ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. 35-ാമത്തെ വാക്യത്തിൽ ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു, നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു. ഇത് കണ്ടത് യോഹന്നാൻ സാക്ഷ്യമായി എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന യോഹന്നാനെ കുറിച്ച് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു. ഇനി മറ്റൊരു തിരുവെഴുത്തുണ്ട്, അത് അവർ കുത്തിയവെങ്കിലേക്ക് അവൻ നോക്കും എന്ന മറ്റൊരു തിരുവെഴുത്തും പറയുന്നു. ആ തിരുവെഴുത്ത് എന്ന് പറയുന്നത് ഇതുവരെ നടന്നിട്ടില്ല. ഈ കുത്തിയവെങ്കിലേക്ക് നോക്കും, ആര്? യഹൂദർ കുത്തിയവെങ്കിലേക്ക് നോക്കും എന്ന് പറയുന്ന ഒരു പ്രവചനവുമുണ്ട്. അത് നിവൃത്തിയാകാനുള്ള ഇതുവരെ നിവൃത്തിയായിട്ടില്ല. ഇവിടെ അവൻ്റെ ഒരു അസ്ഥി ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. എന്നാൽ അവൻ കുത്തിയവെങ്കിലേക്ക് നോക്കും എന്നുള്ള പ്രവചനം ഇനിയും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ചില കാര്യം. പിന്നെ അരിമഥ്യയിൽ യോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ടുപോയി അനുവാദം ചോദിച്ചു. പിലാത്തോസ് വിട്ടുകൊടുത്തു. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദെമസും ഏകദേശം 100 റാത്തൽ മൂറും അകലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടി ശീല പൊതിഞ്ഞ് കെട്ടി അതിനെ ക്രൂശിച്ച സ്ഥലത്ത് ഒരു മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ട്. ആരെയും വെച്ചിട്ടില്ലാത്തൊരു കല്ലറയൊക്കെ ഈ ജോസഫിനുണ്ടായിരുന്നു. അപ്പോൾ ജോസഫ് ആ കല്ലറയിൽ കൊണ്ടുവച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് അടക്കി കല്ല് നീക്കി വെച്ച്, പിന്നെ അവിടെ പടയാളികൾ അവിടെ ഉണ്ട്. പടയാളികളെല്ലാം കൂടെ ഇവിടെ കാവൽ നിൽക്കുകയാണ്. കാരണം മോട്ടിച്ചുകൊണ്ട് പോകും എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മോട്ടിച്ചുകൊണ്ട് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചതിനേക്കാളും വലിയ ചതിവായിരിക്കും പിന്നെ പറ്റാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ബലപ്പിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യമുള്ള കടയാളികളെ കൊണ്ടുപോയി ചെയ്തോളാനും. അതൊന്നും നമുക്ക് ഇതിനകത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം ഓരോ എഴുത്തുകാർ അവർക്ക് എഴുതേണ്ട രീതിയിൽ എഴുതി, അവരുടെ രീതി എഴുതിയേണ്ടത് മാത്രമല്ല, ദൈവം അവർക്ക് എങ്ങനെയാണോ എഴുതാൻ പ്രേരിപ്പിച്ചത് അത് പ്രകാരം എഴുതി. അല്ലെങ്കിൽ 4 സുവിശേഷത്തിൻ്റെ ആവശ്യമില്ല, ഒരു സുവിശേഷം പോരെ. അപ്പോൾ 4 ഉൽപ്പത്തി ഇല്ലല്ലോ, 4 ആവർത്തന പുസ്തകമില്ലല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് മതി. പക്ഷേ ഇവിടെ ദൈവം ഇതിനെ ഉറപ്പിക്കാൻ 4 പേർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും യേശുക്രിസ്തുവിൻ്റെ മരണവും മറ്റു കാര്യങ്ങളെല്ലാം, യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എഴുതാൻ 4 പേരെ ദൈവം ചുമതലപ്പെടുത്തിയതാണ്. അങ്ങനെയാണ് നമ്മളതിനെ കണ്ടതും കാണുന്നതും കാണേണ്ടതും. അപ്പോൾ 3-ാമത്തെ വായനാഭാഗം ഇവിടെ സമാപിക്കുന്നു. പുതിയ നല്ല കാര്യങ്ങളിലൂടെ കൂടുതൽ അറിവിലേക്കൊക്കെയും നമുക്ക് പോകാൻ കഴിഞ്ഞു. വായന ഒഴിവാക്കിക്കൊണ്ട് ഇത് ചെയ്യാൻ ശ്രമിക്കരുത്. ഈ പറഞ്ഞ 3 വായനാഭാഗങ്ങളും വായിച്ചുകൊണ്ട് മാത്രമേ, ഇത് കേട്ടാലേ അതിനൊരു പൂർണ്ണത വരുള്ളൂ. വായന ഒഴിവാക്കിക്കൊണ്ട് ഇത് മാത്രം കേൾക്കുന്ന ഒരു രീതിയിലേക്ക് പോകരുതെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. നന്ദി. ദൈവം നമ്മളെ ഏവരെയും തൻ്റെ തിരുക്കരങ്ങളിൽ കാത്ത് പരിപാലിക്കുമാറാകട്ടെ, സൂക്ഷിക്കുമാറാകട്ടെ. താങ്ക് യു.